അവിയലിന് മിക്സിയിൽ അരക്കണ്ട, കല്ലിൽ അരച്ചാൽ മതി. കല്ലിൽ അരച്ചെങ്കിലേ രുചി കിട്ടത്തുള്ളൂ. എന്തു അവിയലിനറിയാമോ ഞാൻ കല്ലിലാണോ മിക്സിയിലാണോ അരക്കുന്നേന്ന്? അത് മിക്സി അല്ലല്ലോ അവിയൽ കൂട്ടുന്നത്. അവിയൽ കൂട്ടുന്നത് മനുഷ്യർക്ക് അതിന്റെ രുചി അറിയാവുന്നേ. ആഹാ, എനിക്കിപ്പോ കല്ലിലൊന്നും അരയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ രുചി കൂടണമെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യുന്ന അടുത്ത് വെച്ച് കല്ലിലോട്ട് അങ്ങോട്ട് അരയ്ക്ക്. എന്നീ കൊണ്ടുപോയ്യ. ഞാനാണെങ്കിലേ എന്റെ അമ്മാവിമ്മയുടെ മുഖത്ത് നോക്കി നേരെ ഇന്നുപോലും സംസാരിച്ചിട്ടില്ല. ഇപ്പൊ ഉള്ള അവളുമാരുടെ അടുത്ത് മിണ്ടാനൊക്കുമോ? കഴുത്തിന് ചുറ്റും നാക്കല്ലയോ. ഇതേ അവിയലിന്റെ രുചി ഒന്നും കൂട്ടാനല്ല, ഞാൻ ഇച്ചിരി കഷ്ടപ്പെടണം, അത്രേ അമ്മ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതൊക്കെ കേട്ട ഏത് പൊട്ടനും മനസ്സിലാവും. പിന്നെ അമ്മ പറഞ്ഞ കാര്യം, അമ്മയുടെ അമ്മായിമ്മ പറഞ്ഞ കേട്ട് അമ്മ ഒന്നും മിണ്ടി കാണത്തില്ല. അമ്മ പഞ്ചപുച്ച അടക്കി നിന്ന് കേട്ട് കാണും. പക്ഷെ മാറി നിന്ന് അമ്മ എന്തോ ചിന്തിച്ചത്, അയ്യോ എന്റെ അമ്മായിയമ്മയ്ക്ക് ദീർഘായുസ് വരണേ, അമ്മയ്ക്ക് നല്ലത് മാത്രം തോന്നണേ എന്നൊന്നും അല്ലല്ലോ ചിന്തിച്ചത്. ഈ തള്ള ഒന്ന് വീഴണേ, എനിക്ക് ഒരു നാള് വരുമെന്ന് നോക്കി തന്നെ അമ്മ ഇരുന്നത്. എന്നിട്ട് ആ തള്ള വീണപ്പോഴോ ഓരോ തുള്ളി വെള്ളം കൊടുത്തപ്പോഴും നിങ്ങൾ ആയ കാലത്ത് എന്നെ കുറെ കഷ്ടപ്പെടുത്തിയ തള്ളയെന്ന് തന്നെ വിചാരിച്ചത്. പിന്നെ എന്റെ കാര്യം, ഞാൻ നിങ്ങൾ പറയുന്നതിന് തിരിച്ചു പറയുന്നു, എന്റെ വിഷമം അവിടെ തീരുന്നു. എന്റെ മനസ്സിലൊന്നുമില്ല, ഞാൻ മാറി ഇന്ന് ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കാനും പോകുന്നില്ല. പിന്നെ നിങ്ങൾ എന്റെ അമ്മായിയമ്മയായോണ്ടാ ഞാൻ വായിക്കുവാ പറയുന്നതെന്നൊന്നും വിചാരിക്കരുത്. എന്റെ അമ്മയാണെങ്കിൽ ഒരു ഡോസും കൂടെ കൂട്ടിയേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ അമ്മായിയമ്മ ആയോണ്ടാ ഇത്രയെങ്കിലും കുറച്ച് ഞാൻ പറയുന്നത്. തിരിച്ച് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളെ മോള് കൂടെ ആണെങ്കിൽ നിങ്ങൾ മോളെ കഷ്ടപ്പെടണ്ട, മോള് മിക്സിയിൽ അരക്കെന്ന് പറയോ അതോ രുചി കൂട്ടാൻ വേണ്ടി മക്കള് കല്ലേൽ അരക്കെന്ന് പറയോ എന്ന് അതൊക്കെ അമ്മ ചിന്തിക്കണം. പിന്നെ അമ്മ കാലത്തിനനുസരിച്ച് മാറണം. മനുഷ്യൻ മാറിയേ തീരത്തുള്ളൂ. എളുപ്പമൊന്നും മാറണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ പതുക്കെ കൊണ്ട് മാറിയില്ലെങ്കിൽ ആ മനുഷ്യൻ ഒറ്റപ്പെടും. എത്രയും പെട്ടെന്ന് അരിഞ്ഞു വെച്ചിട്ട് ഈ സാമ്പാറിനൊന്നും അരിഞ്ഞ എത്രയും പെട്ടെന്ന് സാമ്പാർ വെക്കട്ടെ. എന്റെ കയ്യങ്ങ് കോച്ചി പിടിക്കുന്നു. ഞാൻ ഇപ്പൊ ഒരു ജോലി ചെയ്തോണ്ടിരിക്കുവല്ലേ അമ്മേ. അമ്മയുടെ മോനാണ്ട് അവിടെ വെറുതെ കിടന്ന് ഫോണ് തോണ്ടിക്കൊണ്ട് കിടക്കും. അങ്ങേരോട് അങ്ങോട്ട് ചെന്ന് പറ ഇതൊന്ന് അരിഞ്ഞു തരേ. അയ്യോ, അവനിതൊന്നും ചെയ്യാൻ അറിഞ്ഞൂടാ. അവ ഇതൊന്നും ചെയ്ത് ശീലിച്ചിട്ടും ഇല്ല. അയ്യോ, ഞാനിതെന്റെ അമ്മയുടെ വയറ്റിൽ വന്നപ്പോഴേ പഠിച്ചോണ്ട് വന്നേ ഇല്ലയോ. ഇങ്ങനെയൊക്കെ ശീലമാകുന്നത്. അമ്മ അങ്ങോട്ട് ചെന്ന് പറ കളിക്കാതെ. അവന് ആകപ്പാടെ കിട്ടിയ ഒരു അവധി ദിവസം അല്ലയോ, അവിടെ കിടക്കട്ടെ. നീ എത്രയും പെട്ടെന്ന് അരിഞ്ഞ് തീർന്നിട്ട് ഒന്ന് അരിഞ്ഞ് ചെയ്ത് തന്നാ മതി. അപ്പൊ എനിക്ക് ആകപ്പാടെ കിട്ടിയ ഒരു അവധി ദിവസം അല്ലേ ഞാൻ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നത്. ഞാനും പോയി അവിടെ കിടന്ന് തോണ്ടിക്കൊണ്ട് കിടക്കട്ടോ. എടി, അവന്റെ കൂടെ ഞാൻ എങ്ങനാടി പോയി പറയുന്നത്? അമ്മ ഒരു ആങ്കൊച്ചല്ലയോ. ഈ സാമ്പാറിന് അരിഞ്ഞാടാന്ന് ഞാൻ പോയി പറയുന്നതിന് ഒരു മര്യാദ ഇല്ലയോ. നീ എത്രയും പെട്ടെന്ന് ചെയ്തതാ. ആങ്കൊച്ചോ? അമ്മ ഇത് ഏത് കാലത്താ അമ്മ ജീവിക്കുന്നേ? അതൊക്കെ പണ്ടായിരുന്നു ആണുങ്ങൾ നേരം വെളുത്ത് ഇറങ്ങി പറമ്പിൽ വെട്ടാനും കളിക്കാനും ഇറങ്ങി ജീവിക്കുന്നത്. അവര് കൃഷി ചെയ്തായിരുന്നു ജീവിക്കുന്നത്. ഇപ്പോഴത്തെ ആളുകൾക്ക് അങ്ങനെ വല്ല പാടുണ്ടോ? ഇപ്പോഴത്തെ ആളുകൾ ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരാ. അവർക്ക് അത്രയും ശാരീരിക അധ്വാനം ഒന്നുമില്ല. അപ്പോഴും അമ്മ ആണും പെട്ടെന്ന് പറഞ്ഞോണ്ടിരിക്കാന്നോ? ഇപ്പോഴത്തെ പെണ്ണുങ്ങളാണെങ്കിലോ നേരം വെളുത്ത് എണീറ്റ് വീട്ടിലെ ജോലി എല്ലാം ചെയ്ത് കാപ്പി ഉണ്ടാക്കി ചോറും ഉണ്ടാക്കി പിള്ളേരെ ഒരിക്കൽ സ്കൂളിലും വിട്ട് അത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യുന്നത്, വീണ്ടും പിന്നെ കിലോമീറ്ററുകളോളം നടന്ന് ബസ്സും പിടിച്ച് തിക്കും തിരക്കും കൊണ്ട് ഓഫീസിൽ പോയി 8-9 മണിക്കൂർ ജോലി ചെയ്തിട്ട് വീട്ടിൽ വന്ന് തിരിച്ചും അതേ പണി ചെയ്യുക. എന്നിട്ടും അപ്പോഴത്തേക്കും ചാടിത്തുള്ളി അങ്ങ് കയറിപ്പോയി. അല്ലെങ്കിൽ ഉള്ളത് പറയുമ്പോ ആർക്കും ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഇവിടെ പെണ്ണുങ്ങൾ അടുക്കളയിൽ കിടന്ന് ചെയ്യുന്ന ജോലിയുടെ അത്ര പോലും ഇല്ല ആണുങ്ങൾക്ക് ജോലി. എന്നാലും ഇപ്പൊ ആണല്ലേ അവ എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ വന്ദേ ഭാരത് ട്രെയിൻ ഓടി തുടങ്ങി. അപ്പോഴും അമ്മയും മോനും കൂടെ കൽക്കരിയും വെച്ച് ഓടുന്ന ട്രെയിനിൽ കയറി ഇരിക്കുന്നതേ ഉള്ളൂ. എന്തുവാ ഈ നേരത്തെ ഒരു കടപ്പ്? ഉറക്കാന്നോ? എന്തുവാ ഈ സമയത്ത് ഒരു കടപ്പ്? വേറെ ജോലിയൊന്നും ഇല്ലയോ? എന്തോ കിടക്കാം, അങ്ങനെ പ്രത്യേക സമയം വല്ലതും ഉണ്ടോ? എന്റെ ജോലിയൊക്കെ നേരത്തെ കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കിടക്കാന്ന് വെച്ച്. എന്തോ ഇങ്ങനെ കിടക്കാൻ പറ്റുമോ? ജോലിയൊന്നും ഇല്ലെങ്കിലേ അയ്യത്ത് ഇഷ്ടം പോലെ വിറവും ചുള്ളിയും ഓലമടലും എല്ലാം കിടപ്പുണ്ട്. അത് പറക്കിക്കൊണ്ട് വെക്ക്. പറക്കിക്കൊണ്ട് വെച്ചാൽ അടുപ്പി തീ കത്തിച്ചൂടായോ? എന്റെ കൈക്കങ്ങ് തേയ്മാനാ, അല്ലെങ്കിൽ ഞാൻ പറക്കൊണ്ട് വെച്ചേനെയായിരുന്നു. ആ തേയ്മാനമുള്ള ഫാനും ഓഫ് ചെയ്യാമോ? ഇല്ലെങ്കിൽ ഈ പൂരി താഴെ വീഴും. ഇവിടെ ആർക്കും അതിനെ കോണം വിറവ്. പാടെ ഇച്ചിരി ചോറും വേവിക്കും, വെള്ളവും വയ്ക്കും അടുപ്പത്ത്. ഇവിടെ കൊത്തിക്കീറി വെച്ചേക്കുന്ന വിറവ് തന്നെ തീരുന്നില്ല. അത് മൊത്തം ചെതലെടുത്തിരിക്കും. ഇനി ഞാൻ അയ്യത്ത് പറമ്പിലും ഒക്കെ നടന്ന് ഉള്ള വിറവും ഓലമടലും എല്ലാം നുള്ളിപ്പറക്കി വെക്കണോ? അവക്ക് ശരീരമാണെങ്കിൽ ഒരു ജോലിയും ചെയ്യാൻ വയ്യ. അതിനുള്ള ന്യായങ്ങളാ. എന്റെ കൈക്ക് തേയ്മാനം ആയിപ്പോയി, അല്ലെങ്കിൽ ഈ വിറവെല്ലാം പെരക്കകത്ത് കയറിയാനായിരുന്നു. ആണ്ടെ ഇന്നലെ ഒരു സാമ്പാർ ഉണ്ടാക്കി വെച്ചേക്കുന്നു. വായി വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ല. എന്തോത്തിന് കൊള്ളാം ആ സാമ്പാർ. എന്റെ കൈക്ക് തേയ്മാനം അല്ലായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കിയേനെ നല്ല സൂപ്പർ സാമ്പാർ. എന്തോ ചെയ്യാനാ. ആഹാ, വായി വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ലായിരുന്നെങ്കിൽ രാത്രി ഞാൻ ഒരു ഇച്ചിരി ചോറ് തിന്നാൻ നോക്കിയപ്പോ അതിൽ ഒരു തുള്ളി സാമ്പാറില്ല. പഠിച്ചു നക്കിയോല പാത്രം ഇരുന്നേ. അതെവിടെ പോയി പിന്നെ? എനിക്ക് ഈ ഭക്ഷണ സാധനങ്ങളൊന്നും പാഴാക്കി കളയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. വായി വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ലെങ്കിലും ഞാൻ അങ്ങ് സാമ്പാർ അങ്ങ് കൂട്ടി. എന്റെ കൈക്ക് തേയ്മാനം ആയിപ്പോയി. അല്ലെങ്കിൽ നല്ല സൂപ്പർ സാമ്പാർ നിനക്ക് ഉണ്ടാക്കി കാണിച്ചു തരാമായിരുന്നു ഞാൻ. നിങ്ങൾക്കേ ഈ കൈക്കല്ലായിരുന്നു തേയ്മാനം വരേണ്ടത്, നാക്കിനായിരുന്നു. കയ്യെക്കാട്ടി ജോലി എടുക്കുന്നുണ്ട് നാക്ക്. എനിക്കെങ്കിലും ഇച്ചിരി സ്വത്തത കിട്ടിയേനെ നാക്കിനാ തേയ്മാനം വന്നെങ്കിൽ. എന്ത് എന്റെ മുടി എല്ലാം അങ്ങ് പോയി. എടി, അവ ഇന്നലെ കേറി വന്നത് എത്ര മണിക്കാ?
പാതിരാത്രി ആയില്ലേ? നീ ഇനിയെങ്കിലും അമ്മയെ ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുവരണം. അതെന്തിനാ? അതിനുള്ള കഴിവും ചുണയും വേണം. പക്ഷെ നിനക്ക് അതിനുള്ള കഴിവില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി. ഓ, ഞാൻ ആദ്യമൊക്കെ പറയായിരുന്നു. അന്നേരം പറഞ്ഞു പണ്ട് മുതലേ ഇങ്ങനാ. അന്നേരം ഇങ്ങനെ കേറി വരുമ്പോ വീട്ടിൽ ആരും ഒന്നും പറയത്തില്ല. അപ്പൊ പിന്നെ ഇതിപ്പോ അങ്ങ് ശീലമായിരുന്നു. പിന്നെ ഞാൻ ഒന്നും പറയാനൊന്നും പോയിട്ടില്ല. അവനെ പറഞ്ഞ് നിയന്ത്രിക്കണമെങ്കിലേ ഒരു ചുണയും മിടുക്കും ഒക്കെ വേണം. നിനക്കതിനുള്ള കഴിവില്ല. വേറെ വല്ല പെങ്കൊച്ചുങ്ങളുമായിരുന്നെങ്കിൽ എന്നേ അവനെ നിയന്ത്രിച്ച് ചൊവ്വ നേരെ കൊണ്ടുവന്നേനെയായിരുന്നു. ഞാൻ എന്തേലും പറയുമ്പോ പറയുന്നതേ, എന്റെ അച്ഛനും അമ്മ ഇതുവരെ എന്നെ നിയന്ത്രിക്കാൻ വന്നിട്ടില്ല. ഞാനായിട്ട് അവർക്ക് ഒരു ദോഷം ഉണ്ടാക്കിയിട്ടില്ല. ഇനി എന്തേലും ദോഷം ഉണ്ടാക്കുമ്പോ എന്നെ നിയന്ത്രിച്ചാൽ മതി എന്നാ പറയുന്നത്. പിന്നെ അങ്ങേര് നേരത്തും കാലത്തും വീട്ടിൽ കയറണമെന്ന് എനിക്ക് തോന്നുന്ന സമയത്തെ അങ്ങേര് വീട്ടിൽ കാണും കേട്ടോ. അന്നേരം അമ്മ എന്റെ കഴിവിന് മാർക്ക് ഇട്ടാ മതി. ഞാനായിട്ടൊന്നും പറയുന്നില്ല. നിനക്ക് വേണമെങ്കിൽ നീ അവനെ പറഞ്ഞ് നിയന്ത്രിച്ച് ശരിയാക്കി എടുത്തോണം. ഞാനായിട്ടൊന്നും പറയാനും വരുന്നില്ല, ഒന്നും എടുക്കാനും വരുന്നില്ല. അത് കൊള്ളാല്ലേ. ഞാനിവിടെ വന്നതിന് ശേഷം മോനുണ്ടായ പുതിയ ശീലമാണോ ഇത്? 10-28 വയസ്സ് വരെ വളർത്തി വലുതാക്കി ഓരോ ശീലങ്ങൾ പഠിപ്പിച്ച് വെച്ചിട്ട് ഇന്നലെ കയറി വന്ന എന്റെ കഴിവുകേടായോ ഇത്? എന്റെ കഴിവുകേടിന് അമ്മ മാർക്കിടാൻ വരണ്ട കേട്ടോ. 10-30 വയസ്സ് കഴിഞ്ഞില്ലേ അങ്ങേർക്ക് ശരിയും തെറ്റും ഒക്കെ തിരിച്ചറിയാനായി. പിന്നെ കുടിച്ച് കൂത്താടി നടക്കുമൊന്നും അല്ലല്ലോ കൂട്ടുകാരുമൊത്ത്. അവര് കൂട്ടുകാരുമൊത്ത് ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് ക്യാരംസ് ഒക്കെ കളിച്ചിരുന്ന് പോകുമ്പോൾ സമയം പോകുന്ന അറിയത്തില്ല. എനിക്കതിന് ഒരു കുഴപ്പവും ഇല്ല. പിന്നെ അമ്മയ്ക്ക് നേരത്തെ മോനെ വീട്ടിൽ കയറ്റണമെങ്കിൽ അമ്മ അങ്ങോട്ട് പറ. ഇതേ എന്നെ മുൻനിർത്തി അമ്മയ്ക്ക് കളിക്കണം. എന്നിട്ട് എന്നെ ഒരു മൂരാച്ചി ഭാര്യയാക്കണം. എന്നിട്ട് അമ്മയ്ക്ക് പിറകെ ഇന്ന് കളി കണ്ട് രസിക്കണം. അതിവിടെ ചെലവാകത്തില്ല. വേണമെങ്കിൽ അമ്മ മോനെ നേരത്തെ കണ്ടോണ്ടിരിക്കണമെങ്കിൽ അമ്മ അങ്ങോട്ട് ചെന്ന് പറ. ഇതെന്തെന്നാ? വീറുമില്ല, വൃത്തിയില്ല. ഇതെന്തോ അമ്മ ഈ മിറ്റം പിന്നെയും തൂക്കുന്നേ? ഞാനിത് തൂത്തിട്ടിട്ട് കുളിച്ചിട്ട് വന്ന സമയമായുള്ളല്ലേ. നീ വലിയ തൂപ്പുകാരിയല്ലയോ? അതുകൊണ്ടല്ലോ എനിക്ക് വീണ്ടും തൂക്കേണ്ടി വരുന്നത്. രാവിലെ എഴുച്ചേ ഇങ്ങനെ ചൂലെടുത്ത് ഇങ്ങനെ റാപോലെ വരച്ചിട്ടിട്ട് കാര്യമായില്ല. വൃത്തിയായിട്ട് അങ്ങോട്ട് തൂക്കണം. വൃത്തിയായിട്ട് തൂക്കേണ്ടി വന്നാൽ ഞാൻ പിന്നെ മേടിച്ച് തൂക്കുമോ? ഞാൻ തുടച്ചിട്ട് വൃത്തിയാത്തോണ്ടായിരിക്കും അല്ലേ ഒന്നുകൂടെ തുടയ്ക്കുന്നേ. തുടക്കി നല്ലോണം തുടക്കി. അയ്യോടി, നീ തുടച്ചിട്ടിട്ടാ ഇവിടെ മൊത്തവും അഴുക്ക്. ഭയങ്കര വൃത്തിക്കാരിയല്ലയോ? ഭയങ്കര വൃത്തിക്കാരി. കണ്ട ഒരുത്തി ഉണ്ടാക്കി വെച്ചേക്കുന്നു. പക്കത്തെല്ലാം അഴുക്ക്. ഞാൻ ഇനി ഇത് ഒന്നും കൂടെ കഴുകണം. എന്തിനിങ്ങനെ ഇവിടെ കഴിവെന്ന്? അയ്യോ മക്കളെ, അമ്മ തിന്ന കാര്യമൊന്നും പറയണ്ട. ചോറിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒരു ഉള്ളി ഞെവിടി ഉപ്പും ഒഴിച്ച് ഒരു മുളകും കൂടെ ഞെവിടി വല്ലച്ചാതി വാരി അങ്ങ് തിന്നേ മക്കളെ. ജീവൻ കിടക്കണ്ടേ എന്റെ പൊന്നെ. അവള് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. 3-4 കൂട്ടം കൂട്ടാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വായി വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ലേ മക്കളെ. എന്തോ ചെയ്യാനാ? എന്റെ കാലാവുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്യൂലായിരുന്നോ? ഇവൾ എന്തിനിങ്ങനെ ചെയ്തു വെച്ചേക്കുന്നു? തമ്പുരാട്ടി എന്താ എഴുതിച്ച് ഇവിടെ ഇരിക്കുവാന്നോ? ജോലിയൊന്നും ചെന്ന് ചെയ്യുന്നില്ലായിരിക്കും ഇല്ലയോ? മുഹൂർത്തം ആയി കാണത്തില്ല. ഞാൻ എന്തിനു രാവിലെ എഴുന്നേറ്റ് എന്റെ ഉറക്കം കളഞ്ഞ് എന്റെ ആരോഗ്യം കളഞ്ഞ് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യണം? ഞാൻ എന്ത് ചെയ്താലും ചെയ്തടോ ഇല്ല. ഞാൻ മിറ്റം തൂത്താ അത് ഒക്കാഞ്ഞിട്ട് നിങ്ങൾ വന്ന് പിറകെ തൂക്കും. ഞാൻ ഇവിടെ വൃത്തിയാക്കി തുടച്ചിട്ടാ അത് നിങ്ങൾക്ക് പറ്റില്ല. പിന്നെ നിങ്ങൾ അതിന്റെ മണ്ടേ കൂടെ ഒന്ന് തുടങ്ങി. ഒരു പാത്രം കഴുകി വെച്ചാൽ അത് അഴുക്കാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അത് വീണ്ടും കിടന്ന് കഴുകും. എന്ത് ചെയ്താലും ചെയ്തടോ ഇല്ല. മോളെ വിളിച്ച് ഉള്ള കുറ്റം എല്ലാം പറഞ്ഞു കൊടുക്കും. അത് പിന്നെ പോട്ടെന്ന് വെക്കാം. കണ്ണി കാണുന്ന നാട്ടുകാരുടെ മൊത്തം വീണ്ടും എന്റെ കുറ്റം. ഞാൻ ഒരു പണിയും ചെയ്യുന്നില്ല, ഇത് വെറുതെ മലന്ന് കിടക്കുവാന്ന്. നിങ്ങളൊരു കാര്യം ചെയ്യുന്ന പോലും ഞാൻ ഒന്നും ചെയ്യുന്നില്ല. കാണുന്നവരുടെ അടുത്ത് എല്ലാം പറ മരുമോള് ഒന്നും ചെയ്യുന്നില്ല, അവള് വെറുതെ അവിടെ മലന്ന് കിടക്കുവാന്ന്. പിന്നെ അധികകാലം ഇവിടെ ഇങ്ങനെ ജീവിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ അങ്ങേരോട് നിങ്ങളുടെ മോനടുത്ത് പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഒരു ചെറിയ വീടെടുക്കണം, നമുക്ക് അങ്ങോട്ട് മാറാം. നമുക്ക് ഇത്രയും വലിയ വീടൊന്നും വേണ്ട, ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ കഴിഞ്ഞാൽ മതി. ഞങ്ങൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ചെറിയ വീടെടുത്ത് മാറും. പിന്നെ നിങ്ങൾ സർവ്വ സ്വാതന്ത്ര്യത്തോടെ എന്തോ തൂക്കുവോ തുടയ്ക്കുവോ എടുക്കുവോ വെക്കുവോ എന്തോ വേണേലും ചെയ്യുമോ. ഞാൻ വെച്ചുണ്ടാക്കുന്നത് കൊള്ളത്തില്ലല്ലോ. വായിക്ക് രുചിയായിട്ട് വെച്ച് സ്വാതന്ത്ര്യത്തോടെ തിന്നു. എന്തുവാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ കേട്ടോ. ഇത് എന്തായാലും പൊട്ടി കാണും. നല്ലോണം അങ്ങോട്ട് പൊട്ടട്ടെ.